പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 18:6. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു. ദാവീദിനെ പറ്റി നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. വിശുദ്ധ ബൈബിളിൽ ദാവീദ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ബാല്യകാലത്ത് ഭവനത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവനായി തൻ്റെ സഹോദരന്മാരൊക്കെ പട്ടാളത്തിൽ നല്ല ജോലികളൊക്കെ നേടിപ്പോയപ്പോൾ തന്നെ വനാന്തരങ്ങളിൽ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കാടുകളിലെ വനങ്ങളിലൊക്കെ ആടുകളുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും ആക്രമണങ്ങളും ഒക്കെ പതിവായിരുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവശക്തിയോടുകൂടി അതിനെയൊക്കെ നേരിടുവാനും ജയിക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തതായിട്ടും തന്നെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. പച്ചായ പുൽപ്പുറങ്ങളിൽ തന്നെ കടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ഒരു ദൈവത്തെപ്പറ്റി താൻ പാടി സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിതാനുഭവങ്ങളിൽ കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെ മധ്യേ അത് ജയമായി അതൊരു പാട്ടായി തീരുവാനിട വന്നതായി കാണുന്നു. എന്നാൽ താൻ അതിനുശേഷം രാജസ്ഥാനത്തേക്കൊക്കെ കടന്നു വരുമ്പോഴും ചരിത്രമൊന്നും വ്യത്യസ്തമല്ല. അവിടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. തൻ്റെ അമ്മാവിയപ്പനായിരുന്ന ശൗൽ രാജാവിൽ നിന്ന് പോരുകളും വെല്ലുവിളികളും ഒക്കെ നേരിടുവാനിടയായിത്തീരുന്നു. തൻ്റെ മകനായ അബ്ശാലോമിൽ നിന്നും തന്നെ തനിക്ക് പ്രയാസങ്ങൾ നേരിടുവാനിടയായിത്തീരുന്നു. താൻ ചില കാലങ്ങളിൽ ഒളിച്ച് നിൽക്കേണ്ടി സാഹചര്യങ്ങളൊക്കെ തനിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പുറത്തു നിന്നുള്ള ശത്രുക്കളെ തന്നെ അവരെ പോരാടി അവരെ ജയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ തൻ്റെ ബന്ധുക്കളായിരുന്ന പ്രിയപ്പെട്ടവരെ തനിക്കെതിരായി വന്നപ്പോൾ അവരോട് പോരിന് പോകാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അന്ധകാര ശക്തികളോട് ശത്രുണ്ട പോരുകളെ നാം പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ ശക്തിയോടെ അതിനെ ജയിക്കണം. എന്നാൽ മാനുഷികമായ ജഡീയമായ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പോരുകളെ നാം നേരിട്ടതിനെ എതിർക്കാതെ ദൈവത്തിനെ സമർപ്പിക്കുകയാണെങ്കിൽ അതിന്മേൽ വിജയം തരുവാൻ അവരെ നമുക്ക് അനുകൂലികളാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനായി നമുക്ക് ദൈവത്തെ സമർപ്പിക്കാം. ഈ ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും അതിൻ്റെ മധ്യേ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച് ജയവീരനായ ക്രിസ്തു നമുക്കുണ്ട്. ആ ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് വാക്കാലം നമുക്കും ജയം തരുവാൻ, നമ്മുടെ കഷ്ടങ്ങളെ മാറ്റി നമുക്കൊരു നന്മ നൽകുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ആ ദൈവസന്നിധി നമ്മളെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്നതിന് ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ മധ്യേ എൻ്റെ ദൈവം കൂട്ടാളിയായി കൂടെ ഇരുന്ന് കരം പിടിച്ച് നടത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മൾ നിറച്ചായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.